ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനെ മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. മരണമാസം എന്ന ചിത്രത്തിന്റെ ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്ത സമയത്ത് ഈ ചിത്രത്തിൽ മറ്റു പല സിനിമകളിലെയും ഒരുപാട് റെഫറൻസുകൾ ഉണ്ടെന്ന തരത്തിലുള്ള കമന്റുകൾ വന്നിരുന്നു. സോ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതും ഇങ്ങനെ മരണമാസം എന്ന ഈ ചിത്രത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്ന മറ്റു പല സിനിമകളുടെയും കഥാപാത്രങ്ങളുടെയും നടന്മാരുടെയും എല്ലാം റെഫറൻസുകളെ കുറിച്ചാണ്. വീഡിയോ തുടർന്ന് കാണുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സ്പോയിലറായി പോകേണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ഒന്നാമത്തേത്, ശ്രീകുമാർ അഥവാ SK എന്ന ക്യാരക്ടർ സന്തോഷ് കീഴാറ്റൂറിന്റെ ക്യാരക്ടറിനെ കൊല്ലാനായി പോകുമ്പോൾ അയാൾ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ ഇതിലെങ്കിലും എന്ന് ചോദിക്കുന്നുണ്ട്. സോ ഇതിന് കാരണം നമുക്കറിയാം, ഈ ഒരു ക്യാരക്ടർ ഇതിനു മുന്നേ ചെയ്തിട്ടുള്ള പല സിനിമകളിലും മരണപ്പെടുന്നതായി വരികയും അതുകൊണ്ട് തന്നെ ഡെത്ത് സ്റ്റാർ എന്നൊരു പേര് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നു. സോ അത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങളുടെ ഒരു റെഫറൻസ് ആയിട്ടാണ്, അതിനെ കളിയാക്കുന്ന രീതിയിലാണ് ഇങ്ങനെ തന്നെ ഈ ചിത്രത്തിൽ കൊടുത്തുപോയത്. 2, ഈ ശ്രീകുമാർ അഥവാ SK എന്ന ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ലുക്ക് കുമ്പളങ്ങി നൈറ്റ്സിലെ ഫഹദിന്റെ ഷമ്മി എന്ന ക്യാരക്ടറിനെ പോലെയാണെന്ന് കമന്റുകൾ വന്നിരുന്നു. ശരിയാണ്, വെൽ ഡ്രസ്ഡായി നടക്കുന്നതും മുഖം ക്ലീൻ ഷേവായി വെച്ചിരിക്കുന്നതും മുഖത്തുള്ള ആ കട്ടി മീശയുമെല്ലാം ഈ രണ്ട് സൈക്കോ ക്യാരക്ടറുകളെയും ഒരുപോലെ കാണിക്കുന്നതിനായി അവർ ഉപയോഗിച്ചിരിക്കുന്നതാണ്. 3, ഈ സീരിയൽ കില്ലറിന്റെ വാർത്തകളും മറ്റും പിന്നീട് കാണിക്കുമ്പോൾ അവിടെ കടമുറികളും മറ്റും ഒഴിഞ്ഞു കിടക്കുന്നതായി കാണിക്കുന്ന ഷോട്ടിൽ ഈ ചിത്രത്തിലെ നായകനായി വരുന്ന ബേസിൽ തന്നെ മെയിൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചു വന്ന സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിലെ ഒരു പോസ്റ്റർ കൊടുത്തിരിക്കുന്നതായും അതിൽ ഞെട്ടിയില്ലേ അതാണ് എന്ന് എഴുതിയിരിക്കുന്നതായും കാണാം. പിന്നീട് ലൂക്ക് എന്ന ബേസിലിന്റെ ക്യാരക്ടറിനെ കാണിക്കുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്ന സീനുകളിൽ ലൂക്ക് ഒരു വിജയ് ആരാധകനായതുകൊണ്ട് തന്നെ വിജയുടെ മേഴ്സൽ എന്ന സിനിമയിലെ സ്റ്റൈലും മറ്റുമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ പ്രശാന്ത് അലക്സാണ്ടറിന്റെ ക്യാരക്ടർ അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ബേസിൽ സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുന്ന സീൻ കാണിക്കുന്നത് ജയിലർ എന്ന രജനികാന്ത് ചിത്രത്തിലെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സീൻ പോലെയാണ്. എന്നാൽ ഇവിടെ തന്നെയുള്ള രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം, ഇവിടെ വരുന്ന പ്രശാന്ത് അലക്സാണ്ടറിന്റെ ക്യാരക്ടറിന്റെ പേര് ടൈഗർ സാം എന്നാണ് പറയുന്നത്. ജയിലർ എന്ന ചിത്രത്തിലെ രജനികാന്തിന്റെ പേരും ഇത്തരത്തിൽ ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ എന്ന് തന്നെയായിരുന്നു. ഇങ്ങനെ ടൈഗർ സാം എന്ന ആ ഒരു ക്യാരക്ടറിനെ കാണിക്കുകയും തൊട്ടടുത്ത ഷോട്ടിൽ രജനികാന്തിന്റെ ആ ഒരു സ്റ്റൈലിൽ തന്നെ ലൂക്ക് സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നതിലൂടെ ഈ രണ്ട് സീനുകളും ചേർത്തുകൊണ്ട് ജയിലർ എന്ന സിനിമയുടെ ആ ഒരു ക്യാരക്ടറിന്റെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ലൂക്കിനെ കാണിക്കുന്ന ഈ സീനുകളിൽ അവിടെ ജെസിയുടെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നതായും ഇതുകൂടാതെ ഒടിയൻ എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ ഒരു രൂപവും വെച്ചിരിക്കുന്നതായി കാണാം. ഇതിന് കാരണമായി ഒരാൾ കമന്റ് ഇട്ടത്, ഒടിയൻ എന്ന ചിത്രം ഇറങ്ങുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു പോസ്റ്ററോ പ്രതിമയോ മറ്റോ കളവ് പോയിരുന്നുവെന്നും ഒരുപക്ഷെ ലൂക്ക് അത് അടിച്ചുകൊണ്ട് പോയി എന്ന രീതിയിൽ ഇവിടെ കാണിച്ചുമെന്നുമാണ്. അടുത്തത്, ഇതിൽ സിജു സണ്ണിയുടെ ക്യാരക്ടറിന്റെ പേരായി കാണിച്ചിരിക്കുന്നത് അരവിന്ദൻ അഥവാ അരുവി എന്നാണ്. ഇത് വിനീത് ശ്രീനിവാസൻ നായകനായി വന്ന അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിന്റെ ഒരു റെഫറൻസ് ആയിട്ടാണ്. കാരണം അതിലെ അരവിന്ദൻ എന്ന ക്യാരക്ടറിന് അമ്മയെ മൂകാംബിക അമ്പലത്തിൽ വെച്ച് നഷ്ടപ്പെടുന്നതായും പകരം ഈ ചിത്രത്തിലെ അരവിന്ദൻ എന്ന ക്യാരക്ടറിന് അച്ഛനെ രാമേശ്വരത്ത് വെച്ച് നഷ്ടപ്പെടുന്നതായിട്ടുമാണ് പറയുന്നത്. പിന്നീട് വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടർ അമ്മയെ തിരക്കുകയും ഇതിലെ സിജു സണ്ണിയുടെ ക്യാരക്ടർ അച്ഛനെ തിരക്കുകയും നടക്കുന്നതായി കാണിക്കുന്നു. മറ്റൊന്ന്, SK എന്ന ആ ഒരു സീരിയൽ കില്ലർ കൊച്ചുകുട്ടികളോട് ക്രൂരമായിട്ടുള്ള കഥകൾ പറഞ്ഞ് അവരെ കരയിപ്പിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഈ സമയം ഈ ഒരു ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ അയാളുടെ പുറകിലായി ലയൺ കിങ് എന്ന കാർട്ടൂണിലെ സ്കാറിന്റെയും മറ്റും ചിത്രം കൊടുത്തിരിക്കുന്നതായി കാണാം. ഇതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കാർട്ടൂണിൽ ഈ സ്കാർ എന്ന ക്യാരക്ടർ കുട്ടിയായ സിംബയോട് ഇത്തരത്തിൽ മോശമായിട്ടുള്ള കഥകൾ പറയുകയും അവനെ തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഒരു റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. കൂടാതെ ഈ ലയൺ കിങ് എന്ന ചിത്രത്തിൽ സിംബ എന്ന ക്യാരക്ടർ തന്റെ അച്ഛനെ കൊന്നിട്ടുള്ള സ്കാറിനോട് പ്രതികാരം ചെയ്യാനായി വളർന്ന് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഏകദേശം ഇത്തരത്തിൽ SK എന്ന ആ സീരിയൽ കില്ലറും വളർന്നു വലുതായി തന്റെ അച്ഛനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാനായി നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെ 2 രീതിയിലാണ് ആ ലയൺ കിങ്ങിലെ ചിത്രം അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത്, ഇതിലെ നായകന്റെയും നായികയുടെയും പേരുകൾ ലൂക്ക്, ജെസി എന്നിങ്ങനെയാണ്. സോ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് മാർവൽ കോമിക്സിലെ ജെസിക്ക ജോൺസിന്റെയും ലൂക്ക് കേജിന്റെയും പേരുകളായിരിക്കാം ഇങ്ങോട്ടേക്ക് എടുത്തിരിക്കുന്നതെന്നാണ്. ഏകദേശം കോമിക്സിലും ഈ ലൂക്ക് കേജും ജെസിക്ക ജോൺസും ഇതുപോലെ തന്നെ ആദ്യം വഴക്കിടുകയും പിന്നീട് പ്രണയിക്കുകയും ശേഷം ബ്രേക്കപ്പ് ആവുകയും പിന്നീട് വിവാഹം കഴിക്കുകയും തുടർന്നും വേർപിരിയുന്നതായും ഇങ്ങനെ ഈ ചിത്രത്തിലെ ലൂക്കിനെയും ജെസിയെയും പോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജെസിയുടെ മുറി കാണിക്കുന്ന സമയത്ത് അവിടെ ക്വിന്റൻ ടാരന്റീനോയുടെ കിൽ ബിൽ എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ കൊടുത്തിരിക്കുന്നതായി കാണാം. അതിൽ ബ്രൈഡ് എന്ന നായിക കഥാപാത്രം തന്റെ എതിരാളിയെ കൊല്ലാനായി നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ ജെസി എന്ന ക്യാരക്ടർ ആണെങ്കിലും ഇത്തരത്തിലല്ലെങ്കിലും അബദ്ധത്തിൽ ഒരു കൊലപാതകം നടത്തുന്നത് കൊണ്ടാകാം ജെസിയെ കാണിച്ച സമയത്ത് ഈ ഒരു ചിത്രത്തിന്റെ പോസ്റ്റർ ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ബാബു ആന്റണിയുടെ അജയ് രാമേന്ദ്രൻ എന്ന ക്യാരക്ടർ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് വരുന്ന സമയത്ത് ആ സൈക്കാട്രിസ്റ്റിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ജിസ് ജോയി ആണ്.
ഈ ജിസ്ജോയ് അജയ് രാമേന്ദ്രനെ അജയ് അജയ് എന്ന് വിളിക്കുന്നതായും കാണിക്കുന്നുണ്ട്. നമുക്കറിയാം ഈ ജിസ്ജോയാണ് മലയാളം ചിത്രങ്ങളിലേക്ക് അല്ലു അർജുന് വേണ്ടി ഡബ് ചെയ്തിരുന്നത്. ഈ അല്ലു അർജുന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആര്യ 2 എന്നീ ചിത്രങ്ങളിൽ ആര്യ അജയെ ഇങ്ങനെ അജയ് അജയ് എന്ന് വിളിക്കുന്നതിനെ സൂചിപ്പിക്കുന്നത് പോലെയാണ് ജിസ്ജോയ് ഈ ഒരു ക്യാരക്ടറിനെ ഇത്തരത്തിൽ വിളിക്കുന്നതായി ചിത്രത്തിൽ കാണിച്ചിരുന്നത്. മറ്റൊന്ന്, പുലിമുരുകനിലെ തള്ളുമൂപ്പന്റെ ആ ഒരു പ്രശസ്തമായിട്ടുള്ള തള്ളിനെ സൂചിപ്പിക്കുന്നത് പോലെ ഇതിലെ ആ പോലീസ് സർജൻ ക്യാരക്ടർ കേട്ടറിവിനേക്കാൾ വലുതാണ് സീരിയൽ കില്ലർ എന്ന സത്യം എന്നുള്ള ഡയലോഗും പറയുന്നുണ്ട്. അതോടൊപ്പം സുരേഷ് കൃഷ്ണയുടെ ആ ഫേമസ് ആയിട്ടുള്ള കൺവിൻസിംഗ് ഡയലോഗും ചിത്രത്തിൽ രസകരമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ SK ബാർബർ ഷോപ്പിൽ ഇരിക്കുന്ന സമയത്ത് അയാൾ വായിക്കുന്ന ആ ഒരു മാസികയിൽ അയാൾ തന്നെ നായകനായി വന്നിരിക്കുന്ന സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്ന ചിത്രത്തിന്റെ ഒരു പ്രൊമോഷൻ പോസ്റ്റർ കൊടുത്തിരിക്കുന്നതായി കാണാം. അതുപോലെ മറ്റൊന്നാണ് ലാലിന്റെ ഡിമാ കമ്പനിയുടെ പരസ്യത്തിന്റെ പോസ്റ്ററിന് മുന്നിൽ നിന്നുകൊണ്ട് പട്ടി കുരയ്ക്കുന്നതായി കാണിക്കുന്ന ഒരു സീൻ. സോ ഇതിങ്ങനെ കാണിക്കാനുള്ള കാരണം ഈ അടുത്തിടെയായി ലാലിന്റെ സംഭാഷണങ്ങൾ വ്യക്തമാകുന്നില്ല, അത് അലർന്നത് പോലെയാണ് അല്ലെങ്കിൽ പട്ടി കുരയ്ക്കുന്നത് പോലെയാണ് എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം സിനിമയിലെ ഈ പട്ടി ലാലിന്റെ ആ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് കുരയ്ക്കുന്നതായി കാണിച്ചത്. നിവിൻ പോളി നായകനായി വന്ന ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിലെ എന്നെ തല്ലേണ്ടമ്മാവ ഞാൻ നന്നാവൂല എന്ന ഗാനം മനോഹരമായി ചിത്രത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ എന്നെ തല്ലേണ്ടമ്മാവ ഞാൻ നന്നാവൂല എന്ന വരികൾ മോശം പ്രവൃത്തി കാരണം മകൻ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കിയിട്ടുള്ള കേശവക്കുറുപ്പ് വീണ്ടും അതേ പ്രവൃത്തികൾ തന്നെ കാണിക്കുമ്പോൾ യൂസ് ചെയ്തിരിക്കുന്നതായും, പിന്നീട് ജീവിതം ഒരു മരണമാസ് എന്ന വരി വരുന്ന സമയത്ത് മരിച്ചു കിടക്കുന്ന കേശവക്കുറുപ്പിനെയും അതിൽ ഞാൻ കൊലമാസ് എന്ന് പറയുന്ന സമയത്ത് കൊന്നിട്ടിരിക്കുന്ന ജെസിയെയും കൃത്യമായി കാണിക്കുന്നുമുണ്ട്. ലൂക്ക് കഞ്ചാവ് ബീഡി വലിച്ചതിന് ശേഷം വരുന്ന ഒരു സീനിൽ സീരിയൽ കില്ലർ ബോഡി തനിക്ക് ടൗണിൽ 5 സെന്റ് സ്ഥലമുണ്ട് അവിടെ കൊണ്ട് കുഴിച്ചിടാമെന്ന് പറയുമ്പോൾ ലൂക്ക് സീരിയൽ കില്ലറിനോട് പറയുന്ന എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല മിസ്റ്റർ എന്ന ഡയലോഗ് ദൃശ്യം 2-ൽ മുരളി ഗോപിയുടെ ക്യാരക്ടർ പ്രഭാകരനോട് പറയുന്ന മിസ്റ്റർ പ്രഭാകർ എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ല ആ ഒരു ഡയലോഗിനെ സൂചിപ്പിക്കുന്നത് പോലെയാണ് കാണിച്ചിരുന്നത്. മിസ്റ്റർ പ്രഭാകർ എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. അവസാനത്തേത്, ഇവർ കേശവക്കുറുപ്പിനെ അടക്കം ചെയ്യാനായി പള്ളി സെമിത്തേരിയിലേക്ക് എത്തുന്ന സമയത്ത് ടൊവിനോയെ കാണിക്കുകയും അവിടെ മിന്നൽ മുരളിയിലെ BGM യൂസ് ചെയ്യുന്നതായിട്ടും കാണിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ടൊവിനോയുടെ ക്യാരക്ടർ 2018 എന്ന ചിത്രത്തിലെ ആ ഒരു റെഫറൻസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ക്യാരക്ടറിന്റെ പേരെല്ലാം വേറെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും ഇങ്ങനെ ടൊവിനോയെ തന്നെ മുങ്ങി മരിച്ചതായി കാണിച്ചിരിക്കുന്നത് ആ ഒരു ചിത്രത്തിന്റെ റെഫറൻസ് തന്നെയായിട്ടാണെന്ന് കരുതാം. ഇതുകൂടാതെ മറ്റു പല കാര്യങ്ങളെയും കളിയാക്കുന്നത് പോലെ കൃപാസനം പത്രത്തെ ത്രിപാസനമെന്നും ട്രൂ കോളറിനെ ട്രൈ കോളർ എന്നും ലൂക്ക് തന്റെ ഒരു വണ്ടിക്ക് ഡ്യൂക്കിന് പകരമായി ലൂക്ക് എന്ന് പേരിട്ടിരിക്കുന്നതായും ഇങ്ങനെ പല രീതിയിൽ പല കാര്യങ്ങളെയും കളിയാക്കിയും ചിത്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. ഇതല്ലാതെ ഈ ചിത്രത്തിൽ ഒളിച്ചു വെച്ചിട്ടുള്ള മറ്റ് സിനിമകളെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ പെടുത്തുക. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.